കയ്യെത്തും ദൂരത്ത് ഇറങ്ങിയപ്പോൾ അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, പക്ഷെ അന്നത്തെ മാഗസീൻസ് ഒക്കെ പറഞ്ഞ് അഭിനയിക്കാൻ അറിയാത്ത നടന്നും പറഞ്ഞിട്ട് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. 2002 ഓണത്തിനാണ് കയ്യെത്തും ദൂരത്ത് റിലീസ് ചെയ്യുന്നത്. അതേ ഓണത്തിന് അതേ ദിവസമാണ് നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ അവനുണ്ട് രാജകുമാരി. പൃഥ്വിരാജിൻ്റെ 3ാമത്തെ സിനിമയാണെങ്കിലും റിലീസ് ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ്. ഈ 2 സിനിമയും ഇറങ്ങിയ അന്നത്തെ എല്ലാ കണ്ടിറങ്ങിയ പ്രേക്ഷകരോ അല്ലെങ്കിൽ ഒരു മെജോറിറ്റി മാഗസീൻസും ഒക്കെ പറഞ്ഞിരുന്നത് ആർക്കും അഭിനയിക്കാൻ അറിയില്ല. ആ പൃഥ്വിരാജ് ഫഹദ് നിന്ന് എവിടെ എത്തി, ആ ഫഹദ് എങ്ങനെ തിരിച്ചു വന്നു, അത്ര നോക്കിയാൽ മതി. ചോദിക്കട്ടെ, ഈ സിനിമയിൽ എന്നുള്ളത് എന്താ പറയാ, ജീവിതാനുഭവങ്ങളിലൂടെ വന്ന ആളുകൾക്ക് മാത്രമാണ് ഈ ആക്ടിംഗ് എന്ന് പറഞ്ഞ സാധനങ്ങൾ ഭയങ്കരമായിട്ട് എന്താ പറയുക എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, അങ്ങനെയാണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അതൊരു പരിധി വരെ അത് ഗുണം ചെയ്യും. ഇപ്പോൾ ജഗദീഷ് ശ്രീകുമാറിനെ പോലെ അല്ലെങ്കിൽ നാടകത്തിലുള്ളവരൊക്കെ ചില റോളുകളൊക്കെ ചെയ്യുമ്പോൾ പറയും എൻ്റെ മനസ്സിൽ ഇന്ന ആളായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ തന്നെ അച്ഛനെയാണ് ഞാൻ അതിൽ അനുകരിച്ചത്. ഒബ്സർവേഷൻ ഭയങ്കരമാണ്. ഒബ്സർവേഷൻ പ്രധാനമായിട്ടും ഒരു നടന് വേണം. ഭയങ്കര ഈസി ആയിട്ട് ഇപ്പോൾ ദിലീപ് ഒരിക്കൽ മറ്റേ തിളക്കം സിനിമയിൽ ദിലീപിൻ്റെ ആ ഒരു മന്ദബുദ്ധി ആയിട്ടുള്ള ഒരു ബുദ്ധിമാന്യമുള്ള ഒരു ക്യാരക്ടറാണല്ലോ. അതിലൊരു മാനറിസം പറഞ്ഞപ്പോൾ ദിലീപ് അന്ന് മകള് മീനാക്ഷി ചെറിയ കുട്ടിയാണ്, മീനാക്ഷി ചെയ്യുന്ന ഒരു മാനറിസം ഞാൻ എടുത്തിട്ടു. അന്ന് ഭയങ്കരമായിട്ട് ആളുകൾ എൻജോയ് ചെയ്തതായിരുന്നു അത്. ഇതേപോലെ ഒബ്സർവേഷൻ വളരെ പ്രധാനമാണ്. അത് എക്സ്പീരിയൻസിലൂടെയാണ് കിട്ടുന്നത്, പുറം ലോകമായിട്ടുള്ള ബന്ധങ്ങളിലൂടെ ആളുകളായിട്ടുള്ള സഹവാസം കൊണ്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് തോന്നുന്നു, ഏതെങ്കിലും ഒരു നടൻ വരുമ്പോൾ ആദ്യം തന്നെ ചവിട്ടിക്കൂട്ടി നശിപ്പിച്ച് അവനൊരു ഇതിലേക്ക് എത്തും. ശരിക്കും പറഞ്ഞാൽ മലയാളികളുടെ ആ പ്രവണത, എല്ലാ മലയാളികളല്ല, ഒരു ശതമാനം, ഒരു ചെറിയൊരു ശതമാനം അത്രേ ഉള്ളൂ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ പറയുന്ന പോലെ ഇത് കുഴപ്പമില്ല. പക്ഷെ വേറെ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ അവരിങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുള്ളതാണ് ഇവരുടെ മുമ്പിൽ. കാരണം മലയാളികൾ ശരിക്കും അങ്ങനെ ചവിട്ടി, പക്ഷെ പിന്നെ അവൻ എവിടെ പോയാലും അവൻ ജീവിക്കും എന്നുള്ളൊരു സംഭവം. പൃഥ്വിരാജ് എന്തെല്ലാം അതിനുശേഷം പൃഥ്വിരാജപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലാം കേട്ടു, ഏതെല്ലാം രീതിയിൽ കേട്ടു. പൃഥ്വിരാജിന്റെ ഒരു കല്യാണിന്റെ പരസ്യം തിയേറ്ററിൽ ആ സമയത്ത് തിയേറ്ററിൽ വന്നാൽ കൂവിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അവിടുന്ന് പൃഥ്വിരാജ് തിരിച്ചു വന്നില്ല. ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാധവ് സുരേഷ് വെറുതെ അല്ല പൃഥ്വിരാജിനെ റോൾ മോഡലാക്കി എടുത്തേക്കുന്നത്. കാരണം പൃഥ്വിരാജ് പറഞ്ഞ പോലെ തന്നെയാണ് അവനും പറയുന്നത്. നിങ്ങൾ പൃഥ്വിരാജ് പറഞ്ഞൊരു സ്റ്റൈലായിട്ടാണ് ആളുകൾക്ക് തോന്നുന്നതെന്ന് തോന്നുന്നു. കാരണം ആദ്യം വന്നപ്പോൾ തന്നെ ഇതേപോലത്തുള്ള കൂക്കി വിളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് കയറി വന്നു. ആ ഒരു സ്റ്റൈൽ തന്നെയാണ് അവൻ്റെ അല്ലേ. പിന്നെ ഇവര് പൃഥ്വിരാജിന്റെ പോലെ തന്നെയാണ് പണ്ടത്തെ പൃഥ്വിരാജിന്റെ ഒരു ഇന്റർവ്യൂ പോലെയാണ് ഇന്ന് മാധവനെ നമുക്ക് ഇന്റർവ്യൂ കാണുമ്പോൾ. അതായത് മാധവ് വളരെ ഓപ്പൺ ആയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു, വളരെ ബോൾഡ് ആയിട്ട് പറഞ്ഞു. അതായത് പ്രായത്തിൽ കവിഞ്ഞ ഒരു പക്വത കാണിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ഒരു മറ്റേ ഇതിലെ ദേവനന്ദ ആ കൊച്ചിനെ പോലെ ആളുകൾ വെറുതെ വിട്ടിട്ടില്ല. അതെ. അതായത് ഇവിടുത്തെ ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിൽ ഉള്ള ആളുകൾക്കൊരു വിചാരമുണ്ട്, അതായത് ഈ പ്രായത്തിലുള്ള ആൾക്കാർ ഈ പ്രായത്തിലുള്ള വർത്താനം പറയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വലിയ വായിലെ വർത്താനം പറയണ്ട. ഇപ്പം മാധവൊക്കെ അങ്ങനെ ഓപ്പൺ ആയിട്ട്. എനിക്ക് മറ്റൊരു കാര്യം, ഞാൻ ഒരു ഇന്റർവ്യൂ മാധവന്റെ ഇതേപോലെ തന്നെ JSKയുടെ ആ സമയത്ത് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടത്, മാധവ് ഓപ്പൺ ആയിട്ട് അച്ഛൻ്റെ രാഷ്ട്രീയത്തെ ഒന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് മാധവ് പറയുന്നുണ്ട്. പക്ഷെ മാധവ് നരേന്ദ്രമോദിനെയും അമിത്ഷാനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചു. അതും ഒരു കാരണമാവാം. അതായത് ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയ നേതാവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ, അതായത് അപ്പോഴും മാധവ് പറഞ്ഞത് ഒരു BJP നേതാവ് എന്ന രീതിയിലല്ല, ഒരു പ്രൈം മിനിസ്റ്റർ എന്ന രീതിയിൽ നരേന്ദ്രമോദി അല്ലെങ്കിൽ ഒരു മിനിസ്റ്റർ എന്ന രീതിയിൽ അമിത്ഷാനെയൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. അതിൻ്റെ അടിയിലോട്ടുള്ള പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു രാഷ്ട്രീയക്കാരെയും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും എനിക്ക് ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞത്. അത് അച്ഛൻ്റെ രാഷ്ട്രീയം ഞാൻ അംഗീകരിക്കുന്നില്ല, പക്ഷേ ഞാൻ നരേന്ദ്രമോദിനെ അംഗീകരിക്കുന്നു എന്ന് ചിലപ്പോൾ അതും ഒരു കാരണമാവാം. ഇപ്പോൾ പിണറായി വിജയനെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ എതിർ പാർട്ടിക്കാർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. അപ്പോൾ ഇതൊക്കെ കൂടിയും ഒരു കാരണമാവാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടുത്തെ എത്ര നടന്മാർ ഓപ്പണായിട്ട് അവർക്ക് ഇഷ്ടമുള്ള നേതാക്കന്മാരെ കുറിച്ചോ അവരിഷ്ടമുള്ള അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളോ പറയുന്നുണ്ട്. വളരെ കുറവല്ല. എല്ലാവരും സേഫ് കളിക്കുന്നത് കണ്ടിട്ടുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പക്ഷേ ഞാൻ പറഞ്ഞത് എനിക്ക് ഈ മാധവ് സുരേഷൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളിൽ കുറേ ജെന്യൂനിറ്റി ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഇവർ ഭയങ്കരമായിട്ട് എനിക്കിതാണ് ഇഷ്ടം, എൻ്റെ ഇഷ്ടം ഇതാണ് എന്നവർ പറയുമ്പോൾ ഇത് കേട്ട് നിൽക്കുന്ന ആൾക്കത് അഹങ്കാരമായിട്ട് ആയിരിക്കും. പിന്നെ പറയാം, എൻ്റെ അച്ഛനെ പറയുന്നു, അത് പിന്നെ ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോകുന്നു, അച്ഛനും കണ്ണടയ്ക്കുന്നു. പക്ഷെ വീട്ടിലിരിക്കുന്ന അമ്മയെ പറഞ്ഞ് ഞാൻ പ്രതികരിക്കും എന്ന് പറഞ്ഞു, അത് ഞാൻ തിരിച്ച് തെറിവിളിക്കുന്നു പറഞ്ഞു. ഗോകുൽ സുരേഷിൻ്റെ അങ്ങനെ അച്ഛനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവനത് തിരിച്ച് ഗോകുൽ സുരേഷ് ഇവരൊക്കെ സ്ഥിരമായിട്ട് കാണാനുള്ള, എനിക്ക് തോന്നുന്നു ഇവർ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ സുരേഷ് ഗോപി തന്നെ പറയുന്ന കാര്യങ്ങൾ വളച്ചൊടിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. ഈ പറഞ്ഞ പോലെ അതുപോലെ മക്കളെയും ശരിക്കും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ രാഷ്ട്രീയവും അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്നും. പക്ഷെ എനിക്ക് തോന്നിയ കാര്യം, ഞാൻ ഒരുപാടിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാണ്, ഗോകുൽ സുരേഷ് ഭയങ്കരമായിട്ട് എന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്, എന്നെ കാണുന്നത് അങ്ങനെയാണ് എന്നുള്ളൊരു
എന്തോ ആക്ടറായിട്ടാണ് കാണുന്നതെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നു. എന്നാൽ നീ അങ്ങനെയല്ല എന്നുള്ള കാര്യം മലയാളികൾ തിരിച്ചു പറയുകയും ചെയ്യുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിരുന്നത്. കാരണം പക്ഷെ പുള്ളി ഭയങ്കര ജെന്യൂൻ ആയിട്ടാണ് പറഞ്ഞത്, നിങ്ങൾ പൃഥ്വിരാജിനെ സപ്പോർട്ട്, എൻ്റെ അച്ഛനെ സപ്പോർട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ സുരേഷ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ അച്ഛനെ സപ്പോർട്ട് ചെയ്ത പോലെ ആണെങ്കിൽ, സൂപ്പർ സ്റ്റാർ ആക്കിയ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്കും അങ്ങനെയൊക്കെ ആവാം. അതെ 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 ചോദിച്ചു. പക്ഷേ എന്താണ് ആളുകൾ ഇതിനെ മാത്രം ട്രോളേണ്ട കാര്യമൊന്നുമില്ല. അതായത് എനിക്ക് തോന്നുന്നു +2 കഴിഞ്ഞപ്പോൾ ഡിഗ്രി ഒക്കെ ചെയ്തത് UK അത് ഒറ്റയ്ക്ക് ജീവിച്ചതാണ്. അപ്പോൾ ആ ഒരു അതായത് വളരെ ചെറുപ്പത്തിലെ, അതായത് തമാശ രൂപേണ പല ആളുകൾ പറയും കേരളത്തിന്റെ പുറത്ത് പോയാൽ തന്നെ കുറച്ച് വിവരം വെക്കും. നമ്മൾ ഈ പൊട്ടക്കിണറ്റ് കിടക്കുന്ന തവളകൾ എന്ന് പറയുന്ന പോലെ ഇവൻ പുറത്ത് പോയിട്ടൊക്കെ കുറെ ലോകങ്ങളും പല കൾച്ചറൊക്കെ കണ്ടതുകൊണ്ട് അവൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇവിടുത്തെ പൊട്ടക്കിണറ്റിലിരിക്കുന്ന കുറച്ച് തവളകൾക്ക് ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റാതെ വരാം. അതും എല്ലാവരും അല്ല, ഒരു വിഭാഗം.